ഒരു ഭാര്യയാണ് എനിക്ക് വേണ്ട, എനിക്ക് 100 പെണ്ണുങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നിരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണതിന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യത്തെ ഒരു 2008-2009 വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്കറിയില്ല. അതൊക്കെ എല്ലാതും ഇന്റർനെറ്റിൽ മെൻഷൻഡ് ആണ് എന്ന്. ഒരു ബക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്താൽ ആൾക്കാർക്ക് വേണ്ട പോലെ ന്യൂസ് വരുന്ന കാലമുള്ളപ്പോൾ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റിൽ വരില്ല. ഇങ്ങനെ നാണം കെട്ടിട്ടും അതുപോലെ തന്നെ ഇനി ചത്താലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇനി എന്ത് തരത്തിലുള്ള ഇതും കുഴപ്പമില്ല എന്നൊരവസ്ഥയിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമാണ്. എന്നിട്ട് ആരൊന്നും ഇവിടുന്നും ഒരു അപ്രോച്ച് ഇല്ല. അത് വേറെ കാര്യം. എനിക്കതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ളത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൽ പ്രതി ചേർക്കാം അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കണ്ട കേസുകൾ അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ തട്ടിപ്പോവാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മിഷേൽ ഷാജിയുടെ കേസ് എടുത്ത് തന്നെ എന്താണ് അതിൻ്റെ റിസൾട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിൽ ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് എൻ്റെ ഡൗട്ടാണ്. ഓക്കെ, പിന്നെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ആ മരിച്ച കുട്ടിക്ക് നീതി കിട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. എൻ്റെ കേസ് ജസ്റ്റ് ഒരു ഞാനേ എടുത്തു ചാടിയൊരു സാധനമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ വീട്ടുകാരൻ്റെ വാക്ക് കേൾക്കാണ്ട് ഞാൻ പോയിട്ടുള്ള കാര്യമാണ്. എൻ്റെ വീട്ടുകാർ അത് കാരണം കുറേ നരകിച്ചിട്ടുണ്ട്, കുറേ വിഷമിച്ചിട്ടുണ്ട്. അവർ ഈവൻ ഡാഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. ഈ എൻ്റെ ഒരു ഇത് കാരണം തന്നെ വിഷമിച്ചിട്ടും ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തലുകളും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും എന്നൊക്കെയാണല്ലോ പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെ ഏജിനെയും കണ്ടും കൂടുതൽ പെട്ടെന്ന് വയ്യാണ്ടായോ നടക്കം എനിക്ക് പല സമയത്തും തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധങ്ങളും ഇനി അധികം കൂടുതൽ കുറ്റബോധം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. അല്ലെങ്കിൽ കുറേ എന്തിട്ടാണ് ഇതിന് മുമ്പ് കസ്തൂരിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത്. മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത, അത് എക്സിക്യൂട്ട് ചെയ്യണത് വട്ടായിട്ടുള്ള എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും 5 മാസ്റ്റർ ബ്രെയിൻ ഇതിന്റെ ബിഹൈൻഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ 5 മാസ്റ്റർ ബ്രെയിൻ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഓക്കെ, പുള്ളിക്കല്ലേ പുള്ളിയുടെ ശത്രുക്കളുടെ എണ്ണം അറിയുള്ളൂ. സോ എല്ലാ ശത്രുക്കളുടെയും ഒറ്റയടിക്കിട്ടിട്ട് ഡിഫേമിങ് കേസ് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്ന വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല, ഞാൻ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് കേസ് എടുക്കണമെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആക്കാം, കേസ് എടുക്കാം, ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ ആം ഓക്കെ. പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറെ സഹിച്ചു, മിണ്ടാണ്ടിരുന്നു. ഓക്കെ, എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര കാലമായിട്ടും എൻ്റെ ആ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് എൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ കമന്റും അത് കണ്ടുപിടിച്ചത് ഇയാളാണെന്ന് അറിഞ്ഞിട്ടും അതും വിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈവൻ മെഡിക്കൽ ലൈസൻസ് അടക്കം ക്യാൻസൽ ചെയ്യണം, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഇതാണ്. പിന്നെ ഞാൻ ഏത് കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു മീഡിയയിൽ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് ഈ എന്തുട്ടാണ് നെടുമുടി വേണു പറയണ പോലെ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി, നെടുമുടി വേണുവിനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമില് തേങ്ങ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സൈഡ് കോറസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, അപ്പം എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ. ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിള് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആ ഡോണറിന്റെ കേസ്, എന്തിനാ ഡോണർ വന്നു? എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവൻ്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു.
അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട്, ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്, ഇന്റെ എ പോസിറ്റീവ് ആണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഇവനിന്റെ ഫോട്ടോ വീഡിയോ പുറത്തുവിടുക, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് മോശം പറയുക. ഇതിന്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എൻ്റെ കയ്യിൽ, ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്, നിന്നെ ഇന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർ സ്വന്തം ഇണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ മറന്നിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത് ഇത്രയ്ക്ക് വിലയുള്ളൂ? എന്തായാലും അതൊന്നും ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, പിന്നെ ആരിനെയോ കൊണ്ടുവരും, ആരിനെയോ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഭീഷണിയുടെ സ്വരാണ് തോന്നിയത്, വേറെ ആൾക്കാർക്ക് തോന്നാത്തത് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയില്ല എന്താണെന്ന്. നമുക്ക് മാത്രം കണ്ട് നടക്കണല്ലോ അതോ എല്ലാവരുടെയും കേസ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ എല്ലാവരും അറിയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതുവരെ സഹിച്ചത് ഓക്കെ, കുറെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, കുറെ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു, കുറെ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിൽ ഇത് ചെയ്തു. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, മെന്റൽ അബ്യൂസ് ഉണ്ടായി, എന്താ പറയാ, ലിറ്ററലി യൂസ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പലരോടും പറയണത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ആഴ്ചയോ 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജൊക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡി ആയിട്ടും വൈനും ബക്കാഡിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ഒരാൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അതൊന്നും ഇല്ല, നമ്മളാണ് അവസാനം മരുന്ന് മാറ്റിയിട്ട് കൊടുത്ത് ആൾക്കാരനെ കൊല്ലാൻ നോക്കണ ആള്. അല്ലാണ്ട് ഞാൻ മുമ്പ് ഇത് തടയാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ സമയത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു വിലയും തരുന്നില്ല. അപ്പോൾ ഇല്ലില്ല, മോള് നോക്കിയാൽ ശരിയാവും, അതുപോലെ തന്നെ ഇനി അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും വീട്ടിൽ കയറില്ല എന്ന വാക്കുകൾ പലരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒരു പണിക്കാരിയായിട്ട് ഈ കാര്യങ്ങൾ ഒരാള് ഡോണറിന്റെ മുറിവ് നോക്കാനും ഇവരുടെ മുറിവ് നോക്കാനും ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ഇവരുടെ വീട്ടുകാർ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ് എല്ലാം ഹെൽത്ത് ഓക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല മോള് പൊക്കോ, അത് കഴിഞ്ഞിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി അതിനൊക്കെ കുറെ എക്സ്പ്ലനേഷനൊക്കെ ഇവള് എന്തിനാണ് ഇയാളുടെ അവിടേക്ക് പോയത്, കാശ് കണ്ടു പോയ ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ സൈൻ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർ പറഞ്ഞാൽ എനിക്ക് ഇനി മാരി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവര് തീർക്കുന്നുണ്ട്. വാട്ടെവർ, അതെനിക്കൊരു പ്രൊഫഷനല്ല. പിന്നെ നമ്മുടെ കസ്തൂരിയുടെ തന്നെ ബാക്കി കമന്റാണ്, 13-year-old girl raped by 60 Kerala men and a young man killed with poison juice by his partner are few examples of how Kerala condition is. These comments are from Malayalis. It has been a big struggle living in Kerala for the past. എലിസബത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ബാലയുമായി താൻ അനുഭവിച്ച ദുരിതങ്ങൾ വെളിപ്പെടുത്താനായി.